Recording in progress. സ്കൂളിൽ ബൈ പച്ചവെള്ളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോകുന്നത്. 10ാം ക്ലാസ്സിന്റെ സക്സസ് ഇസ് ദ റിസൾട്ട് ഓഫ് പ്രിപ്പറേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് ലേണിംഗ് ഫ്രം ഫെയിലിയർ. വിജയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെയും നമ്മൾ ഫെയിലിയറിൽ നിന്ന് ഉൾക്കൊണ്ട ലെസൺസിന്റെയും നമ്മളുടെ കഠിനമായിട്ടുള്ള പരിശ്രമത്തിന്റെയും എല്ലാം ഔട്ട്കം ആണല്ലേ. അപ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൽ തളർന്നു പോകേണ്ട കാര്യമില്ല. നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. സോ നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് സക്സസ്, വിജയം എന്ത് തന്നെയായാലും ലഭിക്കും. ഇന്ന് നമുക്ക് ചാപ്റ്റർ 1 ദി റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദി ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ബർത്ത് ഓഫ് നാഷണലിസം, സ്പ്രെഡ് ഓഫ് റെവല്യൂഷണറി ഐഡിയാസ് അക്രോസ് യൂറോപ്പ്, റോൾ ഓഫ് ലിബറലിസം ആൻഡ് മിഡിൽ ക്ലാസ്, കൺസർവേറ്റിസം ആൻഡ് ദി കോൺഗ്രസ് ഓഫ് വിയന്ന, റൈസ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്സ്, യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി, നാഷൻ ബിൽഡിംഗ് ഇൻ ബ്രിട്ടൻ. ഇതില് എന്താ നാഷണലിസം അഥവാ ദേശീയത? നാഷണലിസം ഈസ് എ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഐഡിയോളജി. നമുക്ക് ഒരു രാജ്യത്തോട് തോന്നുന്ന സ്നേഹം, വിശ്വാസം, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് നാഷണലിസം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് ഒരേ ഭാഷ സംസാരിക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരേ ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്ന, ഹിസ്റ്ററി ഷെയർ ചെയ്യുന്ന എല്ലാ ആളുകളും കൂടിയിട്ട് ഒരുമിച്ച് ഒരു ഇൻഡിപെൻഡന്റ് നാഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് നാഷണലിസം എന്ന് പറയുന്നത്. ഈ നാഷണലിസത്തിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസിൽ ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ വന്നതോടുകൂടിയിട്ട് ഫ്രഞ്ച് റെവല്യൂഷനോട് കൂടിയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്ന മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് രാജവാഴ്ച അവിടെ ഇല്ലാതായി. രാജവാഴ്ച ഇല്ലാതെയായപ്പോൾ അവിടുത്തെ പരമാധികാരികൾ പിന്നീട് ആരായിട്ട് മാറി? ജനങ്ങളായിട്ട് മാറി. നമുക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ആയിരുന്നു ഏത്? ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെർട്ടർണിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ദേശീയത വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ആശയങ്ങളുണ്ട്. ആളുകൾക്കിടയിൽ ദേശീയത വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ കൊണ്ടുവന്നത്? നാഷണൽ സിംബൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ട്രൈ കളർ ഫ്ലാഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഫ്യൂഡലിസം അവിടെ പൂർണ്ണമായിട്ടും അവസാനിച്ചു. കോമൺ കറൻസികൾ കൊണ്ടുവന്നു. യൂണിഫോം ലോസ് കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഇതിലത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നാഷണലിസം വളർത്താൻ വേണ്ടിയിട്ട് പ്രധാനമായും കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത്. അതിനുശേഷം അവിടെ നെപ്പോളിയൻ ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ ഭരണം ഏറ്റെടുത്തു. നെപ്പോളിയൻ നമുക്കറിയാം ഒരു ഏകാധിപതിയാണ് അല്ലെ, ഒരു മൊണാർക്കാണ്. അദ്ദേഹം ഒരു സിവിൽ കോഡ്, നെപ്പോളിയൻ കോഡ് എന്ന് പറയുന്ന 1804 ഒരു പുതിയൊരു കാര്യം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതില് കുറച്ച് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ? ഈക്വാലിറ്റി ബിഫോർ ദി ലോ, റൈറ്റ് ടു പ്രോപ്പർട്ടി, അബോളിഷ്ഡ് ഫ്യൂഡൽ സിസ്റ്റം. ഇത്രയും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഈ പുതിയൊരു ആക്ട് വഴി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടെന്നെല്ലാം പറഞ്ഞു. പക്ഷെ നെപ്പോളിയൻ നമുക്കറിയാം, നെപ്പോളിയനെ പോലുള്ള ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം നെപ്പോളിയൻ ചെയ്യോ? ഇല്ല. അതിന്റെ അവസാനം എൻഡിൽ എന്തുണ്ടായി? നെപ്പോളിയൻ ടാക്സസ് ഇൻക്രീസ് ആക്കാനായിട്ട് തുടങ്ങി. ജനങ്ങളെ നിർബന്ധിതമായിട്ട് അവരുടെ ആർമിയിൽ ചേർക്കാനായിട്ട് തുടങ്ങി. സോ വീണ്ടും അവിടെ എന്ത് വരാനായിട്ട് തുടങ്ങി? ടെൻഷൻസ് ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങി. ദി മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്. യൂറോപ്പ് ഒരിക്കലും എന്തായിരുന്നില്ല, ഒരു നാഷൻ സ്റ്റേറ്റ് ഒന്നും ആയിരുന്നില്ല. അവിടെ ഒരുപാട് വ്യത്യസ്തമായിരുന്ന ആളുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത കൾച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടമായിട്ട് ജീവിക്കുകയാണ് ചെയ്തായിരുന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള അവരുടെ കോമൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരല്ല, ഒരേ ഐഡന്റിറ്റി ഉള്ള ആൾക്കാരല്ല, ഒന്നും ആയിരുന്നില്ല. അവരൊരു നാഷൻ സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. റൈസ് ഓഫ് ലിബറൽ നാഷണലിസം. ലിബറലിസം എന്ന് പറയുന്ന പുതിയൊരു ഐഡിയോളജി ഇൻട്രൊഡ്യൂസ് ആവാനായിട്ട് തുടങ്ങി. ഇതാരാ കൊണ്ടുവന്നേ? മിഡിൽ ക്ലാസ് പീപ്പിൾസ് ആണ് കൊണ്ടുവന്നത്. അവിടെ അരിസ്റ്റോക്രാറ്റും പെസൻസും ഉണ്ടായിരുന്ന ആ ഒരു 2 വിഭാഗം ആളുകളിലേക്ക് മൂന്നാമതൊരു വിഭാഗം ആളുകൾ വരികയാണ്. അവരുടെ പേരാണ് മിഡിൽ ക്ലാസ് പീപ്പിൾസ്. ഈ മിഡിൽ ക്ലാസ് ആളുകളാണ് ലിബറൽ നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത്. ഇവരാരാ? ഇവര് പ്രൊഫഷണൽസും ബിസിനസ് പീപ്പിൾസും അങ്ങനെ നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ മിഡിൽ ക്ലാസ് പീപ്പിൾസ്. അപ്പൊ അവര് ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽസ്, ഈക്വാലിറ്റി ബിഫോർ ദി ലോ, ഗവൺമെന്റ് ഇലക്റ്റഡ് ബൈ ദി പീപ്പിൾ, അരിസ്റ്റോക്രാറ്റിക് പ്രിവിലേജസ് എല്ലാം തന്നെ കളയണം,
ഫ്രീഡം ഓഫ് പ്രസ് വേണം എന്നൊക്കെ പറയുന്ന ഇതിനൊക്കെ വേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതായത് ജനങ്ങൾക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഫ്രീഡം വേണം, സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് ജനങ്ങൾക്കിടയിലേക്ക് ഈ ദേശീയത വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്തു. കാരണം ജനങ്ങൾക്ക് എപ്പോഴും എന്തുണ്ടായിരിക്കണം, ജനങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഈ ലിബറൽ ആളുകൾക്ക് കിട്ടി. അതായത് ലിബറൽ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മിഡിൽ ക്ലാസ് പീപ്പിൾസിന് എപ്പോഴും ജനങ്ങൾക്കിടയിൽ അംഗീകാരം ലഭിക്കാനായിട്ട് തുടങ്ങി. എക്കണോമിക് ലിബറലിസം പറയുന്നുണ്ട്, അവര് പറയുന്നുണ്ട് ഫ്രീ മാർക്കറ്റുകൾ ആയിരിക്കണം, എപ്പോഴും ഒരു കോമൺ കറൻസി ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്കണോമിക് ലിബറലിസത്തിൽ പറയുന്നത്. കൺസർവേറ്റിസം ആൻഡ് കോൺഗ്രസ് ഓഫ് വിയറ്റ്നാം. കൺസർവേറ്റിവിസം ഒരു ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള മൊണാർക്കിയും ചർച്ചും സോഷ്യൽ ഹയറാർക്കിയും ഒക്കെ വേണം, അല്ലാതെ ഒരുപാട് ഗ്രോത്തും അല്ലാതെ ലിബറലിസം പറയുന്ന പോലെ മൊത്തത്തിൽ ഫ്രീഡം, ഇൻഡിവിജ്വൽസിന് ഫ്രീഡം കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല, ഈക്വാലിറ്റിയും കാര്യങ്ങളൊന്നും പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ട എന്നീ ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആളുകളാണ് ഈ കൺസർവേറ്റീവ്സ്. ഇവര് നെപ്പോളിയന്റെ ഭരണത്തിന് ശേഷം ഈ കൺസർവേറ്റീവ്സ് ഐഡിയാസ് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ വീണ്ടും എന്ത് ഫോം ഓഫ് ഗവൺമെന്റ് വന്നു, മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ് അവിടെ വീണ്ടും വന്നു. ഈ ലിബറലിസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ റെവല്യൂഷണറി ഐഡിയാസ് ഒക്കെ ഇവര് ഇല്ലാതാക്കാനായിട്ട് തുടങ്ങി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് നോക്കുന്നത്.